ജീവിതത്തിൻ്റെ ബാലൻസ് വീൽ. റോമർ 11:13 മുതൽ 24 വരെ. ചിന്തയ്ക്കായിട്ട് 21 വാക്യം. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. തുലാസിൻ്റെ സൂചി നേരെ നിൽക്കണമെങ്കിൽ അതിൻ്റെ 2 തട്ടിലും തുല്യഭാരം ഉണ്ടായിരിക്കണമെന്ന സാമാന്യ തത്വം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. മനുഷ്യ ജീവിതത്തിൻ്റെ വിജയത്തിനും സമീകൃതമായ ഒരവസ്ഥ ആവശ്യമാണ്. ഏറ്റവും നല്ലതെന്ന് നാം കരുതുന്ന ഗുണങ്ങൾ പോലും അമിതമായി പോയാൽ അപകടമാണ്. W.R. ബീച്ച് എന്ന ഗ്രന്ഥകാരൻ പറയുന്നത് എന്താണെന്നോ, ധൈര്യം ഒട്ടുമില്ലെങ്കിൽ ദൗർബല്യത്തിന് നാം അധീനരാകും. എന്നാൽ ധൈര്യം അമിതമായി പോയാൽ ബുദ്ധിയില്ലാതെ കാണിക്കുന്ന ധീരതയ്ക്ക് അടിപ്പെട്ടു പോകും. വിനയത്തിൻ്റെ കുറവ് അഹങ്കാരമായി തീരുന്നു. എന്നാൽ അമിത വിനയം സൈർണത അഥവാ പുരുഷത്വമില്ലാത്ത സ്വഭാവമായിരിക്കും. അതിനു കടന്ന എളിമ അഹന്തയായി തീരുന്നു. എന്നാൽ എളിമ ഒട്ടുമില്ലെങ്കിലോ ഗർവതനെയായിരിക്കും ഫലം. പരമാർത്ഥതയില്ലായ്മ ഒരു തിന്മയാണ്. എന്നാൽ അമിതമായ സത്യസന്ധത ഒന്നിനും വഴങ്ങാത്ത പ്രകൃതമായി പരിണമിക്കും. കാര്യഗൗരവമുള്ളവരായിരിക്കുന്നത് നല്ലത് തന്നെ. അതും ഏറിപ്പോയാൽ പരിഹാസ്യമായി തീരും. നർമ്മശീലം അധികമായാൽ യാതൊരു ഘനവുമില്ലാത്തവൻ എന്ന് ആളുകൾ പറയും. എന്നാൽ നർമ്മശീലം ഒട്ടുമില്ലെങ്കിൽ വിചിത്രമായ, അതായത് വിലക്ഷണമായ സ്വഭാവമായിരിക്കും. അശുഭാപ്തി വിശ്വാസം മനുഷ്യൻ്റെ ദൗർബല്യമാണ്. എന്നാൽ ശുഭാപ്തി വിശ്വാസം അധികമായി പോയാൽ വിഡ്ഢിയായിത്തീരും. ദുർബലതയുടെ പൊരുളാണ് പരാജയം. എന്നാൽ ശക്തി ഏറിപ്പോയാൽ മൃഗീയതയായിത്തീരും. സ്ഥിരോത്സാഹത്തിൻ്റെ കുറവ് മൂലം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ മനുഷ്യൻ പരാജയപ്പെട്ടുവെന്ന്, എന്നാൽ അമിതവേഗം അപകടത്തിൽ ചാടിക്കുമെന്നുള്ളതും മറന്നുകൂടാ. അധികമായാൽ അമൃതും വിഷം. ഇങ്ങനെ നോക്കുമ്പോൾ നാം നല്ലതെന്ന് കരുതുന്ന സ്വഭാവ മൂല്യങ്ങൾ പോലും സമീകൃതമായിരിക്കണമെന്ന് സിദ്ധിക്കുന്നു. ഒരു വാച്ച് സസൂക്ഷ്മം പ്രവർത്തിക്കാതിരുന്നാൽ അതിൻ്റെ ബാലൻസ് വീലിൻ്റെ തകരാറാണതിന് കാരണമെന്ന് വാച്ച് നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നു. വാച്ചിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന അതിസൂക്ഷ്മമായ ഒരു പൽചക്രമാണ് ബാലൻസ് വീൽ. അതിന് എന്തെങ്കിലും കോട്ടമുണ്ടെങ്കിൽ വാച്ച് നടക്കുകയില്ല. മനുഷ്യജീവിതവും സങ്കീർണമായ ഒരു യന്ത്രമാണ്. വിവിധ സ്വഭാവങ്ങളാകുന്ന പൽചക്രങ്ങൾ ഘടിപ്പിച്ച ഒരു യന്ത്രം. അതിനെ സമനിലയിൽ നിർത്തുന്ന ഒരു ബാലൻസ് വീൽ ആവശ്യമത്രേ. ബാലൻസ് ഇല്ലാത്ത ജീവിതം നിഷ്ഫലമായ, അതായത് വന്ധ്യമായ ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കും. എത്ര തന്നെ പ്രതിഭാശാലികളായിരുന്നാലും, എത്ര തന്നെ അസാധാരണമായ സിദ്ധിവിശേഷങ്ങളോ പഠിപ്പോ ഉണ്ടായിരുന്നാലും ബാലൻസ് ഇല്ലെങ്കിൽ ഒരിടത്തും ഇണങ്ങിച്ചേരുകയില്ല. അങ്ങനെ ജീവിതം പരാജയമായി കലാശിക്കും. ജീവിതത്തിലെ 90% പരാജയത്തിൻ്റെയും കഥ സ്വഭാവത്തിൻ്റെ ബാലൻസ് തെറ്റലിൻ്റെ കഥയായിരിക്കുമെന്ന് ഒരു ചിന്തകൻ പറയുന്നു. ധാർമ്മികമോ ആധ്യാത്മികമോ ബുദ്ധിപരമോ കായികമോ ആയ എല്ലാ കാര്യങ്ങളിലും സമീകൃതമായ അവസ്ഥ അഥവാ ബാലൻസ് ഉണ്ടായിരുന്നാൽ മാത്രമേ ജീവിതം വിജയിക്കൂ. എങ്ങനെയാണ് നമ്മുടെ സ്വഭാവത്തെ സമീകൃത അവസ്ഥയിൽ നിർത്തുവാൻ കഴിയുക? നമുക്ക് നമ്മെ തന്നെ സമതുലിതമായ അവസ്ഥയിൽ നിർത്തുവാൻ കഴിയുമോ എന്ന് ചിലർ ചോദിച്ചേക്കാം. കഴിയുമെന്നാണ് അതിനുള്ള മറുപടി. എന്നാൽ അതിനൊരു വ്യവസ്ഥയുണ്ട്. സങ്കീർണമായ ജീവിതയന്ത്രത്തെ നേരാവണ്ണം പ്രവർത്തിപ്പിക്കുന്നതിന് ദൈവ ചൈതന്യമാകുന്ന ബാലൻസ് വീൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാകാൻ കൂട്ടാക്കാത്തതാണ് നമ്മുടെ പരാജയങ്ങളുടെ മുഖ്യ കാരണം. ദൈവ ചൈതന്യമാകുന്ന ബാലൻസ് വീൽ കൂടാതെ എനിക്ക് തന്നെ നിയന്ത്രിക്കുവാൻ കഴിയുമെന്നാണ് പലരും വീമ്പടിക്കാറുള്ളത്. ഈ അഹന്ത ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ നിയന്ത്രണാധികാരത്തിന് പരിപൂർണമായി തങ്ങളെ വിധേയപ്പെടുത്തുവാനുള്ള വിനയം ഉണ്ടാകാതെ ആർക്കും വിജയസാഫല്യം ഉണ്ടാകുകയില്ല. ഈ വിനയം ഇല്ലാത്തതല്ലേ നമ്മുടെ സ്വഭാവത്തിൻ്റെ സമനില തെറ്റലിനും ജീവിതത്തിൻ്റെ എല്ലാ താളം തെറ്റലിനുമുള്ള അടിസ്ഥാന കാരണമെന്ന് നാം ആലോചിക്കേണ്ടതാണ്. ഓർക്കണമേ, ദൈവിക ലോകത്തിൻ്റെ സ്വാധീനമാണ് ഒരു മനുഷ്യനെ സുബോധമുള്ളവനാക്കുന്നത്. 84 സങ്കീർത്തനം 5 വാക്യം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.